അപൂർവമായ ബഹിരാകാശ സംഭവങ്ങൾ. നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും ആകാശത്തേക്ക് നോക്കി ചിന്തിച്ചിട്ടുണ്ടാകും, ഈ വിശാലമായ യൂണിവേഴ്സിൽ ഇനി എന്തൊക്കെയാണ് നടക്കാനിരിക്കുന്നത് എന്ന്. കാരണം കോടിക്കണക്കിന് വർഷങ്ങളെടുക്കുന്ന ചില സ്പേസ് ഇവൻറ്റ്സ് നമുക്ക് ഒരിക്കൽ പോലും കാണാൻ സാധിക്കില്ല. പക്ഷേ ശാസ്ത്രജ്ഞർ പറയുന്നതനുസരിച്ച് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മനുഷ്യർ കാണാൻ സാധ്യതയുള്ള ചില അപൂർവ ബഹിരാകാശ സംഭവങ്ങൾ ഇപ്പോഴും വരാറുണ്ട് എന്നാണ്. അപ്പോൾ നമ്മുടെ ജീവിതകാലത്ത് കാണാൻ സാധ്യതയുള്ള ആ റെയർ സ്പേസ് ഇവൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. നമ്പർ 1, ബ്ലഡ് മൂൺ. പേര് പോലെ തന്നെ ആളൊരു ചുവപ്പനാണ്. പക്ഷേ ഇതൊരു സൂപ്പർ നാച്ചുറൽ ഒന്നുമല്ല കേട്ടോ. സൂര്യനും ഭൂമിയും ചന്ദ്രനും ഒരേ സ്ട്രെയിറ്റ് ലൈനിൽ വരുമ്പോൾ ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ വീഴും. സാധാരണയായി അപ്പോൾ മൂൺ ഇരുണ്ടതാകേണ്ടതാണ്. പക്ഷേ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന ചുവന്ന വെട്ടം ഭൂമിയിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് മൂൺ മുഴുവൻ ചുവപ്പായി കാണുന്നത്. ഇതിനെയാണ് ബ്ലഡ് മൂൺ എന്ന് പറയുന്നത്. ഈ 2026 മാർച്ച് മാസത്തിൽ ഇതുപോലെ ബ്ലഡ് മൂൺ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. എത്ര പേർ അത് കണ്ടു എന്ന് കോമൻറ്റ് ചെയ്യൂ. നമ്പർ 2, മീറ്റർ സ്റ്റോം. ഒരു വാൽനക്ഷത്രം കണ്ടാൽ പോലും നമ്മൾ എക്സൈറ്റഡ് ആകാറുണ്ട്. അപ്പോൾ ഒരേ സമയം ആയിരക്കണക്കിന് ഉൽക്കകൾ ആകാശത്ത് വീഴുന്നതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. ഇതിനെയാണ് മീറ്റർ സ്റ്റോം അഥവാ ഉൽക്കമഴ എന്ന് പറയുന്നത്. ഭൂമി ബഹിരാകാശം സഞ്ചരിക്കുമ്പോൾ ചിലപ്പോൾ പഴയ ധൂമകേതുക്കൾ വിട്ടുപോയ പൊടിപടലങ്ങളിലൂടെ ഭൂമി കടന്നുപോകും. അപ്പോൾ ചെറിയ ബഹിരാകാശ ശിലകൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അതിവേഗത്തിൽ കടന്നു വരും. അവ കത്തി തുടങ്ങുമ്പോൾ ആകാശം മുഴുവൻ തീപ്പൊരി വരകൾ കൊണ്ട് നിറയും. ഇത് ഭയപ്പെടുത്തുന്നവയാണെങ്കിലും കാണാൻ അതീവ മനോഹരമായിരിക്കും. അടുത്ത ചില വർഷങ്ങളിലായി ശക്തമായ ചില ഉൽക്കമഴകൾ കാണാൻ സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. നമ്പർ 3, നോർത്തേൺ ലൈറ്റ്സ്. ഭൂമിയിലെ ഏറ്റവും മാജിക്കലായ കാഴ്ചകളിൽ ഒന്നാണ് നോർത്തേൺ ലൈറ്റ്സ്. ഗ്രീൻ, പർപ്പിൾ, ബ്ലൂ നിറങ്ങളിലുള്ള ലൈറ്റ്സ് ആകാശത്ത് നൃത്തം ചെയ്യുന്നത് പോലെ തോന്നും. ഇത് ആക്ച്വലി ഏലിയൻസ് ഒന്നുമല്ല കേട്ടോ. സൂര്യനിൽ നിന്ന് വരുന്ന ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് കടക്കുമ്പോൾ അന്തരീക്ഷം റിയാക്ട് ചെയ്യും. അപ്പോഴാണ് ഈ ഗ്ലോവിംഗ് ലൈറ്റ്സ് രൂപപ്പെടുന്നത്. സാധാരണയായി ഇത് ആർട്ടിക് റീജിയൻസിൽ മാത്രമാണ് കാണാറുള്ളത്. പക്ഷേ ഒരിക്കൽ ഇത് കേരളത്തിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്പർ 4, സോളാർ സ്റ്റോം. ഇപ്പോൾ പറയാൻ പോകുന്നത് കുറച്ച് ഡേഞ്ചറസ് ആയ സ്പേസ് ഇവൻറ്റ്സിനെ പറ്റിയിട്ടാണ്. സൂര്യനിൽ നിന്ന് ചിലപ്പോൾ മാസീവ് എക്സ്പ്ലോഷൻസ് നടക്കാറുണ്ട്. അവിടെ നിന്ന് ചിലപ്പോൾ വലിയ എമൗണ്ട് ഓഫ് എനർജിയും ചാർജ്ഡ് പാർട്ടിക്കിൾസും സ്പേസിലേക്ക് പുറത്തു വരും. ഈ പാർട്ടിക്കിൾസ് ഭൂമിയിലെത്തിയാൽ പല പ്രശ്നങ്ങളും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതായത് സാറ്റലൈറ്റ് മാൽഫങ്ഷൻ, GPS സിസ്റ്റം ഫെയിലിയർ, ഇൻ്റർനെറ്റ് പോലും ടെമ്പററിലി ഡൗൺ ആകാനുള്ള ചാൻസ് ഉണ്ട്. ഭാവിയിൽ ഇതിന് വലിയൊരു വാർണിംഗ് ശാസ്ത്രജ്ഞർ തന്നിട്ടുണ്ടെങ്കിലും വരാതിരിക്കട്ടെ അല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇത്തരത്തിലുള്ള മിസ്റ്ററി വീഡിയോസ് കാണുന്നത് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കല്ലേ.